സെലിൻ അത് ഏടനാവാൻ ചാൻസ് ഇല്ല. കാരണം 5-6 വർഷമായില്ലേ. ഏടൻ നമ്മൾ ആരും ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഏടൻ അത് ചിലപ്പോ ഏടനെ പോലെ വേറെ ആരെങ്കിലും ആണെങ്കിലോ? എന്റെ ഏടനെ എനിക്കറിയാം. അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഏടൻ പ്ലീസ്, അത് ഞാൻ നിന്നെ കണ്ടത്. എവിടേക്ക് പോയത്? 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഏടനെ കാണുന്നത്. അത് ഏടൻ തന്നെ. എന്റെ കണ്ണുകളിലേക്ക് കള്ളം പറയില്ല. സെലിൻ, സൃഷ്ടി, നിനക്ക് കാര്യം അറിയാമോ? ഞാൻ ഏടനെ കണ്ടു. ഏടനെയോ? എവിടെ വെച്ച് കണ്ടു? ഞാൻ കൗതും കൂടെ കഫേയിൽ പോയപ്പോ പുറത്ത് ഞാൻ ഏടനെ കണ്ടു. അത് ഞാൻ കൗതുനോട് പറഞ്ഞപ്പോ അത് ഏടനായിരിക്കില്ലെന്നാ കൗതും പറയണേ. പക്ഷെ ഏടൻ എനിക്കറിയാലോ. ഏടൻ തന്നെ അത്. സെലിൻ, നീ ഗൗതമിനോട് എന്താ പറഞ്ഞത്? ഏടനെ കണ്ട സമയത്ത് അതപ്പോ തന്നെ ഗൗതമിനോട് പറഞ്ഞു, എനിക്ക് അവനോട് സംസാരിക്കണം, അവനെ കാണണം, അവൻ എന്തിനെ എന്നെ വിട്ടു പോയെന്ന് എനിക്ക് അറിയണം. അതെനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ സെലിൻ, ഗൗതമിന് നീ എത്ര ഇഷ്ടം നിനക്ക് അറിയാമോ? അവന്റെ അടുത്ത് പോയിട്ട് നീ എന്തിനാ ഏടന്റെ കാര്യമൊക്കെ പറയാൻ പോയത്? സൃഷ്ടി, നിനക്ക് ഏടനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള അറിവല്ലാതെ നിനക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ എനിക്കറിയില്ല. 5 വർഷം നീ അവന് വേണ്ടി കാത്തിരുന്നത്. അവനെ എനിക്കറിയാവുന്ന പോലെ നിനക്ക് ആർക്കും അറിയില്ല. അവനെ കണ്ടപ്പോ എനിക്ക് സംസാരിക്കണം തോന്നി. എന്നെ എന്തിനിട്ട് പോയി എനിക്കറിയണം. ഗൗതമനൊന്നും അറിയില്ല. ഏടനൊരിക്കലും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ശരിയാ നീ പറഞ്ഞത്. എനിക്ക് ഏട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്തിനാ, ഏട്ടനെ കണ്ടിട്ട് കൂടിയില്ല. ഇനി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കേട്ടറിഞ്ഞ അറിയിച്ചു തന്നെ അവരെ ഒരുപാട് ഞാൻ വെറുത്തു പോയത്. സെലിൻ, ഗൗതമിനെ എന്റെ ഇഷ്ടമാണെന്ന് നിനക്കറിയാന്നല്ലേ? സ്വന്തം ഭാര്യ മറ്റൊരുത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കരയുമ്പോ അതേത് ഭർത്താവിനാ അത് സഹിക്കാൻ കഴിയുക? നീ അത് മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞു എന്നെ കല്യാണിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഗൗതമി ഇഷ്ടമാണെന്ന്. ഇല്ലല്ലോ. എല്ലാരും കൂടെ അല്ലേ എന്നെ ഇപ്പൊ എന്റെ ലൈഫ് തകർത്തത്. അത് പോട്ടെ, ഗൗതമി ലൈഫ് തകർത്തു. നിനക്ക് എല്ലാവർക്കും അറിയാലോ, ഈയിടെ എനിക്ക് ഞാൻ മറക്കാൻ പറ്റില്ല. പിന്നെ ഗൗതമിയുടെ കാര്യം എനിക്കറിയാം. ഗൗതമിന് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് എത്രയൊക്കെ ഞാൻ മറന്നു പറഞ്ഞാലും ഏടന്റെ സ്ഥാനം എനിക്ക് ഗൗതമിന് കൊടുക്കാൻ കഴിയില്ല. മേ ബി ഞാൻ ഗൗതമിനൊരു ഫ്രണ്ട് ആയിട്ടാണെങ്കിൽ ഒരുപാട് എനിക്ക് ഇഷ്ടമാണ്. സെലിൻ, എനിക്കറിയില്ല നീ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. നീ ഏടനോടുള്ള പ്രണയത്തില് നിന്റെ കണ്ണുകൾ തന്നെ കെട്ടിവെച്ചിരിക്കുക. മുമ്പിലുള്ള സത്യങ്ങൾ നിനക്ക് കാണാൻ കഴിയുന്നില്ല. നീ ഇട്ടിട്ട് പോയതിനു വേണ്ടി ഇങ്ങനെ കിടന്ന് കരയാൻ എനിക്ക് മനസ്സിലാവും. നിനക്ക് അവന് ഇഷ്ടമായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അതിന്റെ പുറത്ത് ഭ്രാന്തിയാവരുത് പ്ലീസ്. നീ റിയലൈസ് ചെയ്യ്. ആരെയിപ്പം നിന്റെ കൂടെ ഉള്ളത്? ഗൗതമുണ്ടോ? ഉണ്ട്. പക്ഷെ ഏടൻ ഇല്ല. നീ സ്നേഹിക്കുന്ന ആള് നിന്റെ കൂടെ ഇല്ല. പക്ഷെ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവര് നിന്റെ ചുറ്റുമുണ്ട്. നീ അത് മനസ്സിലാക്ക്. നിന്നെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കാന്നുള്ളതാണ് നീ ചെയ്യേണ്ടത്. അല്ലാണ്ട് നീ ഇട്ടിട്ട് പോയ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കരയേണ്ടതല്ല നിന്റെ ലൈഫ്. உன்னை பாராமலே இந்த முழு ஜென்மம் போயிருந்தா. സർ, ഇതാ വീട്. എങ്ങനെയുണ്ട് സാറിന്? എല്ലാം ഓക്കെ അല്ലേ? ആ, എല്ലാം ഓക്കെ തന്നെയാ. പിന്നെ ആ ലഗേജസ് എല്ലാം റൂമിലോട്ട് വെച്ചേക്കും. ഓക്കെ? ആ ഓക്കെ സർ, ഞാൻ ഇത് റൂമിലോട്ട് വെച്ചേക്കാം. പിന്നെ സർ, നാളെ ഫസ്റ്റ് ഡേ ഓഫീസില് സാറ് നാളെ തന്നെ ഓഫീസിൽ വരുന്നുണ്ടോ? ആ,
നാളെ തൊട്ട് ഓഫീസിൽ ഞാൻ വരുന്നുണ്ട്. അത് ഓഫീസിൽ റേറ്റ് ചെയ്ത്, ഓക്കെ? എന്താ ഇവിടെ ആൾക്കൂട്ടം? എന്താ ഇവിടെ ഒരു പ്രോഗ്രാം എടുക്കണം? ലച്ചൂസേ, എന്താ പ്രശ്നം? എന്താ ഇവിടെ ആൾക്കൂട്ടം? ഓ, അപ്പൊ നീ അറിഞ്ഞില്ലേ നമ്മുടെ കമ്പനിയിൽ പുതിയ ബോസ് വരാം? എന്തോന്ന് പുതിയ ബോസോ? ആ അതെ, പുതിയ ബോസ്, നമ്മുടെ ഈ കമ്പനിയുടെ റിയൽ ഓണർ. പുള്ളിക്കാരൻ ബോംബെയിലെങ്ങാണ്ടായിരുന്നു, ഇപ്പോഴാ ലാൻഡ് ആയത്. ഇനി തൊട്ട് ഓഫീസില് പുള്ളിക്കാരനായിരിക്കും മെയിൻ. இதயத்தில் எனக்கிடம் இருக்கோ இருக்கோ நீ என்ன கேட்காத possessive ஆகாத அருகே அங்க என்ன கொஞ்சம் பேச அங்க கொஞ்சம் நெஞ்சம் broken ஓ கண்ணே கண்ணே பார் நானும் சௌக்கிதார் மனசுக்கு காவல் உடம்புக்கு காதல் ரெண்டும் தரும் வேகம் கேட்கோ இங்க பாரு காதல் psycho ഇതാണോ ഐറ്റം? സത്യം ഞാനോടത്ത് ഏതൊക്കെ അളവനായിരിക്കുന്നു, പക്ഷെ ഇത് ഒന്നൊന്നര ഐറ്റം ആണല്ലോ. ഇനി ഓഫീസ് വരാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി. അതോർത്ത് നീ വരിടാടാശില്ല. ഈ സൃഷ്ടി വിചാരിച്ചാണ് ഇതാ ഇപ്പൊ ഈ കാണുന്ന മുതലുണ്ടല്ലോ, അതെന്റെ ഈ പൊക്കത്തിരിക്കും. അത്ര കോൺഫിഡൻസിലാണ് സൃഷ്ടി. ആ കെരുപ്പ് മുതലുണ്ടല്ലോ, ഒരു ഒന്നൊന്നര ഐറ്റാ. അതിനെ വളച്ച് കൊപ്പിയിലാക്കാൻ കുറച്ച് പാടുപെടും നീ. ഇനി അത് എത്ര വലിയ മുതലാണെങ്കിലും സൃഷ്ടിയുടെ മുമ്പിൽ അതൊന്നൊന്നുമല്ല. പിന്നെ പുള്ളിയുടെ പേരെന്താ? പേരെന്തോ എയ്ഡൻ അങ്ങനെന്തോ പറഞ്ഞു. ഓ എയ്ഡൻ, ഈ പേരില്ലാണ്ട് ഞാൻ വേറൊരു പേരെനിക്ക് കേട്ടില്ലടാ. ആ ശരി ശരി. എന്താ എനിക്ക് ഇങ്ങനെ തോന്നുന്നത്? ഇതുവരെ ആരോട് തോന്നത്തൊരു പ്രത്യേക ഫീല് എനിക്ക് ബോസിനെ കാണുമ്പോൾ തോന്നേ. മേബി ഇതിനാണ് ഉദാഹരണം പറയാ, കണ്ണടയ്ക്കുമ്പോ ആ മുരളി മുഖം. ഓ ഗോഡ്, എനിക്ക് മുറങ്ങാൻ പറ്റും തോന്നില്ല. എടാ ഗൗതം, മേനോനുമായിട്ടുള്ള മീറ്റിങ്ങിന് ഷെഡ്യൂൾ പറയട്ടെ. ഗൗതം, എടാ ഗൗതം, നിന്നെ വിളിക്കണേ. എന്താ നീ പറഞ്ഞേ? ബെസ്റ്റ്. പുനുമ ഇവിടെ നല്ലായിരുന്നോ? അല്ല, എന്തോ ആലോചിച്ചോണ്ടിരിക്കുക ഈ രാവിലെ തന്നെ. ഞാൻ ആ മേനോനോട് മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ടത്. നീ എന്താ ആലോചിച്ചോണ്ടിരുന്നേ? ഇവിടെ ഒന്നും അല്ലല്ലോ. ശരി, നീ മീറ്റിങ്ങിന്റെ കാര്യമല്ലേ പറഞ്ഞേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. മൈൻഡ് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയതാ. സാധാരണ നീ ഇങ്ങനെ ചെയ്യാത്താണല്ലോ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ മേ ബി റീസൺ സെലിനായിരിക്കും. അവളോട് എന്താ പ്രശ്നം? ഇല്ലടാ, അവളോട് പ്രശ്നമൊന്നുമില്ല. എന്തൊക്കെയോ ആലോചിച്ച്. അതെനിക്ക് മനസ്സിലായി, നീ എന്തൊക്കെയോ ആലോചിച്ചിട്ടാണെന്ന്. അതെന്താണെന്ന് ചോദിച്ചേ. എന്തായാലും സെലിന്റെ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എടാ, നീ ഓർക്കുന്നില്ലേ കഴിഞ്ഞ ദിവസം ഞാനും സെല്ലിനും കൂടെ ജസ്റ്റ് ഒരു ഔട്ടിങ് പോലെ കഫേയിൽ പോയത്? അവിടെ വെച്ച് സെലിൻ എയ്ഡിനെ കണ്ടതൊക്കെ പറയണേ. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടു എന്ന് പറഞ്ഞ് അവള് വല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്തേ. ആൻഡ് യു നോ വൺ തിങ്, വീട്ടിൽ വന്നപ്പോൾ പോലും അവള് ഭയങ്കരമായിട്ട് അവനെ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന പോലെയൊക്കെയാ എൻ്റെ മുമ്പിൽ കിടന്ന് അവളുടെ കണ്ണീര് വന്നു. അവൾ എൻ്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞു. അതെല്ലാം കൂടെ ഓവർ തിങ്ക് ചെയ്ത്. എയ്ഡിനെ കണ്ടെന്നോ? ഐ ഡോണ്ട് ബിലീവ്. ഇത്ര വർഷമായില്ലേ? എയ്ഡിന് ഇവിടെ വരാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ സെലിന്റെ കാര്യം, ഒരാളെപ്പോലെ 7 പേർക്കുണ്ടാവുന്ന കേട്ടിട്ടില്ലേ? അതേ കണക്ക് ചിലപ്പോ ആരെങ്കിലും കണ്ടപ്പോ എയ്ഡിനെ പോലെ സിമിലാരിറ്റി തോന്നുകയാണെങ്കിലോ? അങ്ങനെ ആവാൻ ചാൻസ് ഇല്ലേ? നീ വെറുതെ നിന്റെ ഇടയിലും സെലിന്റെ ഇടയിലും കൂടെ വെറുതെ എയ്ഡിനെ കയറ്റി വെറുതെ ഓവർ തിങ്ക് ചെയ്ത് അവളെ നിന്റെ അടുത്ത് നഷ്ടപ്പെടുന്നുള്ള പേടി കാരണം നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അതേടാ, നീ പറഞ്ഞു ശരിയാ.
എനിക്ക് നല്ല രീതിക്ക് പേടിയുണ്ട്. മേ ബി അവളെന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാ എനിക്കിതൊരിക്കലും സഹിക്കാൻ പറ്റില്ലടാ. കാരണം ഈ ലോകത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ല, പക്ഷെ ഞാൻ ആഗ്രഹിച്ചതാണ് എന്റെ കയ്യിൽ പോയി. പക്ഷെ ഇപ്പോ ദൈവമായിട്ട് അവളെ എന്റെ കയ്യിൽ കൊണ്ടുതന്നത്. അവൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, അതല്ലേ എനിക്കറിയാം. ഇനി അങ്ങോട്ട് അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുതെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോ അവൾ അങ്ങനെ പറഞ്ഞ പിന്നെ എനിക്ക് പേടിയായി. നമ്മളെല്ലാം വിശ്വസിക്കുന്നത് എയ്ഡൻ അവളെ ചതിച്ചിട്ട് പോയതാണ്. പക്ഷെ അതങ്ങനെ അല്ലെങ്കിലോ? എയ്ഡൻ അവളെ ചതിച്ചിട്ടില്ലെങ്കിലോ? അവളത് മനസ്സിലാക്കിയാലോ? അപ്പോ അവക്ക് അവളെ എന്നെ നഷ്ടപ്പെടില്ലേ? ഗൗതം, നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ നീ സ്ട്രോങ് ആയിട്ട് നിൽക്ക്. അല്ലെ തന്നെ സെലിൻ നിന്റെ ആരാ? വൈഫ്. നീ അവളുടെ ഹസ്ബൻഡാ. നിങ്ങൾ തമ്മിൽ ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒരു ലവേഴ്സ് ഉള്ള റിലേഷൻഷിപ്പ് അല്ല. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്. അവള് നിന്റെ ഭാര്യ. നിനക്ക് ഈ ലോകത്തിൽ മറ്റാരെക്കാളും അവളുടെ പേരൻസിനെക്കാളും അധികാരം നിനക്കുണ്ട് അവളുടെ മേല്. അതിലപ്പുറം ഒരേടനും നിങ്ങൾ തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല. സർ, മേ ഐ കം ഇൻ? അകത്തേക്ക് വരും. സർ, ഇത് ഇന്നലെ എനിക്ക് കറക്റ്റ് ചെയ്യുന്ന ഫയലായിരുന്നു. സോ ഞാൻ ഫുൾ റീചെക്ക് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സർ സൈൻ ചെയ്യാം. സാറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. എല്ലാം ഓക്കെയാണ്. തന്റെ പേരെന്താ? സൃഷ്ടി. നൈസ് നെയിം. എന്താ? ഏയ് ഒന്നുമില്ല. താൻ ഇവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യണേ? സ്റ്റാർട്ട് ചെയ്തിട്ട് 3 years ആയിട്ടുള്ളൂ സർ. ഓ, 3 years. ദാറ്റ്സ് ഗുഡ്. പിന്നെ താൻ മാരീഡ് ആണോ? അല്ല സർ, മാരീഡ് ഒന്നല്ല. ഓക്കെ ദെൻ യു മേ ഗോ. ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. സെലിൻ, നീ എവിടെയാ? എനിക്ക് നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കാണാൻ കഴിയില്ല. പക്ഷെ നീ എന്നോട് ചെയ്ത് വെച്ച് നോക്കുമ്പോ എന്റെ മനസ്സൊരിക്കലും അതിന് ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല. എന്നോടുള്ള പ്രണയം എനിക്കിപ്പോ വെറുപ്പായി മാറിക്കൊണ്ടിരിക്കും. പക്ഷെ സെലിൻ, നിന്നെ വെറുതെ വിടുന്നു.